ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ സൺഡേ രാവിലെ തന്നെ ഇറങ്ങിയേക്കണ അമ്പലത്തിലേക്കാണ് കേട്ടോ. പതിവില്ലാത്തൊരു കാര്യമല്ലേ. എന്തായാലും ഇരിക്കട്ടെ, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ അമ്പലത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു താലും എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പ്ലേറ്റിൽ, എന്താ സംഭവം എന്ന് അറിയില്ലായിരുന്നു. എന്തോ ഒരു പൂജയായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് പ്രകൃതി സൗന്ദര്യം ഇടയ്ക്കൊക്കെ അല്ലേ ഇതൊക്കെ കാണുള്ളൂ വെച്ചിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ പോയി നിന്നു. പുഴയുടെ അവിടെ ഒരു പാലുണ്ടല്ലോ, അതിൽ കൂടെ ട്രെയിനൊക്കെ പോകണ്ടായിരുന്നു. അപ്പോൾ നീരവന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കുറച്ച് നേരം നോക്കി. പിന്നെ ഷൊർണൂർ പാലാണതേ. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നപ്പോഴേക്ക് നീരവനെ പുഴയിൽ കല്ലെറിയണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ ചിലപ്പോൾ പുഴയിലേക്ക് നമ്മൾ വീഴും. അതുകൊണ്ടേക്ക് ഭയങ്കര പേടിയുള്ള സംഭവം. അതുകൊണ്ട് തന്നെ വേഗം വണ്ടിയിൽ പിടിച്ച് കയറി കുറച്ച് നേരം അവിടെ നിന്നിട്ടായിട്ട് വീഡിയോസ് എടുക്കല്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഉപ്പുമാവൊക്കെ കൊടുത്തു കിടന്നു. ചുക്ക് കാപ്പി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചിട്ട് പോന്നാലോടാന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, നമുക്ക് വീട്ടിലെത്തിയിട്ട് വല്ലതും കഴിക്കാമെന്ന്. അങ്ങനെ വീട്ടിലേക്ക് ഓടി വന്ന് കയറി. ഇപ്പോൾ മരം മുറിക്കണ സൗണ്ടായി. വീടുകൾക്ക് ഭീഷണി വരുന്ന തരത്തിൽ എന്ത് മരങ്ങളുണ്ടെങ്കിലും മുറിച്ച് കളയണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അങ്ങനെ കുറച്ച് നേരം തെങ്ങ് മുറിക്കണ ഇതൊക്കെ നോക്കി. സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ, വരണം കാണാനില്ല. കുറേ നേരം മേപ്പിട്ട് നോക്കി നിന്നിട്ട് വരണം കാണാനില്ല. പിന്നെ വെറുതെ എന്തെങ്കിലും മണ്ടയ്ക്ക് വീഴണ്ട വെച്ചിട്ട് വേഗം വീട്ടിൽ കയറി വാലടച്ചു കേട്ടോ. പിന്നെ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലായിരുന്നു. രാവിലത്തെ സ്പെഷ്യൽ നെയ് റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ലോണം നെയ്യ് ഒഴിച്ചിട്ട് നല്ല നല്ല മണക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എൻ്റെ ദോശയ്ക്ക് ഇപ്പോൾ ചില ദിവസങ്ങളിൽ വല്ലാത്തൊരു മണമുണ്ട്. അങ്ങനെ ദോശയും പിന്നെ ഒരു കട്ടൻ ചായ, അവനൊരു കട്ടൻ ചായ, എനിക്കൊരു കട്ടൻ കാപ്പി. അങ്ങനെ അതിന് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയായിരുന്നു. നീരവന് എനിക്കും വലിയ രീതിയിൽ വിശപ്പോള് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നീരവന് 2 ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ ഒതുക്കി ഇരുത്തി TV വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ദോശ ഉണ്ടാക്കേണ്ട ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിട്ടോ. വേറെ ഒന്നും ഞങ്ങൾക്ക് സ്പെഷ്യലൊന്നും വേണ്ട. വെറുതെ ഒരു തക്കാളിയും സബോളയൊക്കെ അരിഞ്ഞിട്ടിട്ടല്ല, മിക്സിയിൽ അടിച്ചിട്ടോ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല കോമ്പിനേഷൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെയും വന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിട്ട് അവിടെ മിന്നു പൂച്ച വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ദോശ കഴിക്കുകയാണേ. പിന്നെ കൊതി പറ്റണമെന്ന് വെച്ചിട്ട് ഉള്ളിൽ കയറിയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി ഇറങ്ങിയപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എത്തിയിട്ടോ, മരം മുറിക്കലിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്നിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടല്ലേ കഥ എടുക്കാൻ. എന്നാൽ വലിയ രസമൊന്നുമില്ല. ഒരു വരം എന്നല്ലേ, എന്നാലും ഭീഷണി ആവണതുകൊണ്ടാണ് നമ്മൾ മുറിക്കണത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ ഞാൻ വാലടച്ച് ഉള്ളിലിരുന്നു. അത്ര തന്നെ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.